ചൂടിന്റെ കാഠിന്യമേറിയതോടെ വെന്തുരുകുകയാണ് ഹൈറേഞ്ചും ലോ റേഞ്ചും. തൊടുപുഴ അടക്കമുള്ള ലോ റേഞ്ച് മേഖലകളിൽ കഴിഞ്ഞ ദിവസം പകൽ 37 മുതൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയായിരുന്നു കൂടിയ താപനില. ചൂടിന്റെ കാഠിന്യമേറുന്നത് കാർഷിക മേഖലയ്ക്കും വലിയ തിരിച്ചടിയായി മാറുമോ എന്ന ആശങ്കയും നിലനിൽക്കും. ഹൈറേഞ്ച് മേഖലകളിലും ചൂടിന്റെ കാഠിന്യം വർദ്ധിച്ചു. ഇതോടൊപ്പം ഉയർന്ന UV ഇൻഡെക്സും ആശങ്കയ്ക്ക് ഇടയാക്കുന്നു. എല്ലാ മേഖലയിലും ചൂട് പ്രതികൂലമായി ബാധിച്ചു തുടങ്ങി. ജില്ലയുടെ പല ഭാഗങ്ങളിലും ശുദ്ധജലക്ഷാമം രൂക്ഷമായി. കാർഷിക മേഖലയും പ്രതിസന്ധിയിലാണിപ്പോൾ. ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സൂര്യതാപം, പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പുമുണ്ട്. സാധാരണ വൈകിട്ട് ലഭിക്കുന്ന വേനൽ മഴകൾ ഇത്തവണ പലയിടത്തും ഇതുവരെ കാര്യക്ഷമമായി ലഭിക്കാത്തതിനാൽ താപനില ഇനിയും ഉയരാനാണ് സാധ്യത. വേനൽ മഴ ലഭിച്ചാൽ കനത്ത ചൂടിന് ചെറിയ ആശ്വാസമാകും. ജില്ലയിൽ ഈ വേനലിൽ മാർച്ച് 1 മുതൽ ലഭിക്കേണ്ടിയിരുന്ന മഴ 35.1 മില്ലിമീറ്റർ ആയിരുന്നു. എന്നാൽ ലഭിച്ചത് 16.8 മില്ലിമീറ്റർ മാത്രം. 52% കുറവാണ് രേഖപ്പെടുത്തിയത്. വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ജോലി സമയം ക്രമീകരിച്ച് തൊഴിൽ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചെങ്കിലും ഇത് കൃത്യമായി പാലിക്കപ്പെടുന്നില്ലെന്ന ആക്ഷേപമുയരുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെ വിശ്രമം അനുവദിക്കണമെന്നാണ് നിർദ്ദേശം. ജോലി സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയുള്ള സമയത്തിനുള്ളിൽ 8 മണിക്കൂറായി നിജപ്പെടുത്തിയാണ് ഉച്ചയ്ക്ക് വിശ്രമം അനുവദിക്കേണ്ടത്. എന്നാൽ നിർദ്ദേശം ലംഘിച്ച് പലയിടത്തും തൊഴിലാളികളെ പൊരിവെയിലിൽ ജോലി ചെയ്യിക്കുന്നത് തുടരുകയാണ്. പ്രധാനമായും കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള നിർമ്മാണ മേഖലയിലാണ് ഈ സ്ഥിതി തുടരുന്നത്. പല തൊഴിലിടങ്ങളിലും തൊഴിലാളികൾക്ക് ആവശ്യത്തിന് ശുദ്ധജലം ഉറപ്പാക്കുന്നില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട്. ഒപ്പം തന്നെ കാർഷിക മേഖലയ്ക്കും കനത്ത തിരിച്ചടിയാണ് വേനൽ സമ്മാനിക്കുന്നത്. ഏലം മേഖലയാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത്. വേനലിൽ ജലസ്രോതസ്സുകൾ വറ്റിവരേണ്ടതോടെ നനവെത്തിക്കുവാനും മറ്റ് വളപ്രയോഗങ്ങളും കീടപ്രതിരോധവും കൃത്യമായി മുമ്പോട്ട് കൊണ്ടുപോകുവാനും കഴിയുന്നില്ല. പുഴകളിലെയും തോടുകളിലെയും നീരൊഴുക്ക് കുറഞ്ഞതും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കുടിവെള്ളക്ഷാമം പലയിടത്തും അതിരൂക്ഷമായി മാറുകയാണ്. വരും ദിവസങ്ങളിൽ വേനൽ മഴ ശക്തമായി ലഭിച്ചില്ല എങ്കിൽ ചൂട് ഇനിയും വർദ്ധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ.